നമസ്തേ. പിട്ടാപ്പിള്ളി ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇ.ടി. മുഹമ്മദ് ബഷീർ കോണി ചിഹ്നത്തിലും, വി വസീഫ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും, ഡോക്ടർ എം അബ്ദുൽ സലാം താമര ചിഹ്നത്തിലും ജനവിധി തേടുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ്? ജന ടി വിയുടെ ജനസഭ ഇന്ന് പരിശോധിക്കുന്നത് അതാണ്. ജനസഭ ചേരുന്നത് പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്താണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDF-നെ പ്രതിനിധീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ നൗഷാദ് മണ്ണിശ്ശേരി, LDF-നെ പ്രതിനിധീകരിച്ച് DYFI-യുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ K ശ്യാം പ്രസാദ്, NDA പ്രതിനിധീകരിച്ച് BJP-യുടെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ്. 3 അതിഥികളെയും ഈ സംവാദത്തിലേക്ക്, ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ നൗഷാദ് മണ്ണിശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇക്കുറിയും ഈ സീറ്റ് നിലനിർത്തും എന്ന ഉറച്ച പ്രതീക്ഷയിലാണോ, വികസനമാണോ ചർച്ച ചെയ്യുന്നത്, അതോ മറ്റ് സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ? നിരവധി വിഷയങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണോ കരുതുന്നത്? ഇത്തവണയും ഈ ലോക്സഭാ മണ്ഡലം നിലനിർത്തുമെന്ന് മാത്രമല്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്തും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വികസനവും അതിലപ്പുറത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാലോ, അത് അങ്ങാടിപ്പുറത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇത് MP നാരായണ മേനോൻ്റെ മണ്ണാണ്. ആ കാണുന്ന കെട്ടിടം MP നാരായണ മേനോൻ്റെ സ്മാരക സൗധമാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചോര വീണ മണ്ണാണ് അങ്ങാടിപ്പുറം എന്ന് പറയുന്നത്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരോടൊപ്പം ഈ രാജ്യത്ത് മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് വൈദേശിക ആധിപത്യത്തോട് പോരാടിയ ധീരദേശാഭിമാനികളുടെ മണ്ണാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അങ്ങാടിപ്പുറത്തുകാരനായ MP നാരായണ മേനോൻ. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, രാജ്യത്ത് 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഉറപ്പിക്കുന്നതും 2004 ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകുമെന്നാണ്. അന്ന് വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്നു കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ആ മുദ്രാവാക്യം ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടാക്കും, BJPക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് പറയുമ്പോഴാണ് ഇന്ത്യയിലൊരു മതേതര ഗവൺമെൻറ് വന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഞങ്ങൾ തൊഴിൽ, നമുക്കറിയാം, അവർക്ക് ഇന്ന് രാജ്യത്ത് എന്നും വലിയ പ്രശ്നമായിരുന്നു, തൊഴിൽ തരൂ എന്ന് പറയുന്ന സമരം. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. തൊഴിൽ അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ജോലിയില്ലേ, നിങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ പോയിക്കോ, നിങ്ങൾക്ക് ജോലി ഷുവറാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൊണ്ടുവന്നു, വനാവകാശ നിയമം കൊണ്ടുവന്ന്, ഒരുപാട് കാര്യങ്ങൾ, വിവരാവകാശ നിയമം കൊണ്ടുവന്നു. ഇങ്ങനെ ലോകത്തിന് മാതൃകയായ പദ്ധതികൾ കൊണ്ടുവന്ന 2004 ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഇന്ത്യ. പക്ഷേ 10 വർഷം ഇന്ത്യയിൽ ഭരണം നടത്തിയ നമുക്കറിയാം ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ഇവിടെ ഈ 2024 തെരഞ്ഞെടുപ്പ്, അതുകൊണ്ടാണ് ഞാൻ നാരായണ മേനോനെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെയും ഒക്കെ ഓർമ്മിപ്പിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം പോലെ ഈ രാജ്യത്തിൻ്റെ ദേശീയ നിലനിർത്താൻ, ആർഷഭാരതത്തിൻ്റെ സംസ്കാരം നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്ത് ദേശീയ പ്രസ്ഥാനത്തിൽ എവിടെയും വരാതെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രാഷ്ട്രപിതാവിനെ കൊന്നു തള്ളിയവർ, അവർ ഇന്ന് രാജ്യാധികാരം കൈയാളുമ്പോൾ ഇന്ത്യയെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ പേരിൽ വിഭജിക്കുകയാണ്. പ്രധാനമന്ത്രി പ്രധാന തന്ത്രിയായി ചമയുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രിയാണ് പോകേണ്ടത്, പ്രധാന തന്ത്രി പോകുന്നതിന് പകരമായി പോകുന്നത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് വരുന്നത് പ്രധാന തന്ത്രിയാണ്. അങ്ങനെ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കയച്ച് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി, 47 ഓഗസ്റ്റ് 15 ശേഷമല്ല ഇന്ത്യ മതേതരമായത്. ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്, ആർഷഭാരത പാരമ്പര്യമുണ്ട്. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, അത് സമന്വയത്തിൻ്റേതാണ്, അത് കൊള്ളക്കൊടുക്കലിൻ്റേതാണ്. ആ സമന്വയത്തിൻ്റെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് ഇന്ത്യയെ ഒരു ഹിറ്റ്ലറുടെ കൾച്ചറിലേക്ക്, ഒരു ജർമ്മൻ ഫാസിസത്തിൻ്റെ കൾച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവിടെ. അതിനെതിരായിട്ടുള്ള ഒരു വലിയ
പോരാട്ടം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതിനെന്നും മലപ്പുറം മുന്നിൽ നിന്നിട്ടുണ്ട്. വെള്ളക്കാരനെതിരെ പോരാടിയതിൻ്റെ പാരമ്പര്യം മലപ്പുറത്തിനുണ്ട്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച പാരമ്പര്യം മലപ്പുറത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ അഹമ്മദ് സാഹിബ് മന്ത്രിയാകുമ്പോഴാണ് ഈ കാണുന്ന അങ്ങാടിപ്പുറത്ത് FCI ഗോഡൗൺ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. അത് തുറന്നതും പ്രവർത്തനം ആരംഭിച്ചതും. അങ്ങാടിപ്പുറം റെയിൽവേ എന്ന് പറയുന്ന ഷൊർണൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്തിലൂടെ നിലമ്പൂരിലേക്ക് വെള്ളക്കാരൻ ഇന്ത്യയെ കൊള്ളയടിക്കാൻ നിലമ്പൂരിലെ തോക്ക് കൊണ്ടുപോയി ബർമിംഗ്ഹാം പാലസ് മോടി പിടിപ്പിക്കാനും അവിടെ വിറ്റ് കാശാക്കാനും ഉണ്ടാക്കിയ റെയിൽവേ ലൈനാണ്. അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ കാലത്താണ്. അതുകൊണ്ട് ഇതൊരു വലിയ പോരാട്ടമാണ്. സാധാരണ നമ്മൾ പറയും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഗവൺമെൻറ് പോയി മറ്റൊരു ഗവൺമെൻറ് ഇതല്ല, ഇത് ഇന്ത്യ നിലനിൽക്കാനാണ്. മഹത്തായ ഇന്ത്യ രാജ്യത്തിൻ്റെ അന്തസ്സും യശസ്സും നിലനിർത്താനുള്ള ദേശീയ പ്രസ്ഥാനം പോലെയുള്ള ഒരു പോരാട്ടമായി മലപ്പുറത്തെ ജനത ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ UPA-യുടെ UDF-ന്റെ മുന്നണി പോരാളിയായ 15 വർഷമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ എന്ന പേര് തെളിയിച്ച, കേരളത്തിൽ 2 തവണ വിദ്യാഭ്യാസ മന്ത്രിയായ, ദേശീയ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ അധികാരം കൂടിയായി T. മുഹമ്മദ് ബഷീർ സാഹിബ് ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടും. ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. ആ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ശ്യാമേ, മലപ്പുറം മാറി മറിയോ? മലപ്പുറം മാറാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി മണ്ഡലം മാറി മലപ്പുറമായി വരുന്നതിന് ശേഷം ഉൾപ്പെടെ ഒരു 70-75 വർഷക്കാലത്തെ അനുഭവത്തിൽ ഒരു തവണ മാത്രമാണ് മഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് TK ഹംസ ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തത്. തുടർന്ന് ഇങ്ങോട്ട് ഈ 15 വർഷക്കാലം UDF-ൻ്റെ MP-യാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അതിനു മുമ്പും UDF-ൻ്റെ MP-മാരായിരുന്നു. പക്ഷേ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്, കഴിഞ്ഞ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എന്താണ് UDF MP-മാർ ഈ മണ്ഡലത്തിന് നൽകിയ സംഭാവന. ഈ രാജ്യത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള അവസരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് UDF-ൻ്റെ MP-മാർക്ക്. നോക്കൂ, കഴിഞ്ഞ ഈ ഒരു ഇത്രയും സമയത്തെ അനുഭവം വെച്ച് പരിശോധിച്ചാൽ എന്തായിരുന്നു UDF MP-മാർക്ക് ഈ കേരളത്തിന് വേണ്ടി നൽകാൻ കഴിഞ്ഞ സംഭാവന എന്ന് ഈ നാട് പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കഴിഞ്ഞുപോയ 5 വർഷത്തെ അനുഭവം, ഈ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു UDF-ൻ്റെ MP നിലകൊണ്ടതിൻ്റെ അനുഭവം ഒരാൾക്കും ഇന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കേരളം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പ്രളയവും നിപ്പയും ഓഖിയും കോവിഡും ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ പ്രതിസന്ധികളിലെല്ലാം ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടിയിരുന്ന ജനപ്രതിനിധികൾ, UDF-ൻ്റെ MP-മാർ കേരളത്തോടൊപ്പം നിലകൊള്ളുന്നതിന് പകരം രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി BJP-യോടൊപ്പം ചേർന്ന് ഈ നാടിനെ വഞ്ചിക്കുന്ന, ഈ കേരളക്കാരെ വഞ്ചിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. പ്രളയകാലത്ത് ഈ കേരളത്തിന് അനുവദിച്ച റേഷൻ വിഹിതത്തിനുൾപ്പെടെ കേന്ദ്ര സർക്കാർ എണ്ണി പറഞ്ഞ അരിക്കും മണ്ണെണ്ണയ്ക്കും ഗോതമ്പിനും ഉൾപ്പെടെ ഇവിടെ നിന്നും പണം വാങ്ങിപ്പോയപ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു UDF-ൻ്റെ MP-യും ഉണ്ടായില്ല. പ്രളയത്തിൽ മുങ്ങി താഴുന്ന സമയത്ത് ഈ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി അതിനെ നേരിടുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള പണം ഉൾപ്പെടെ ഈ കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ ഈ കേരള സർക്കാരിനോടൊപ്പം നിലകൊള്ളാതെ മാറി നിന്ന് ഈ കേരളത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് UDF MP-മാർ സ്വീകരിച്ചത്. ഈ കേരളം തിരിച്ചറിയുന്നുണ്ട്, ഈ കേരളത്തിന് വേണ്ടി ആരാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടി ആരാണ് പാർലമെന്റിനകത്ത് വരേണ്ടത്, ആരുടെ ശക്തിയാണ് വർദ്ധിക്കേണ്ടത് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ UDF-ന് സ്ഥാനമില്ല. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമായി ഈ നാട് കാണുന്നു. ജയിച്ചു പോയാലും ഏതു നിമിഷവും BJP-യിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസിൻ്റെ MP-മാരെയും MLA-മാരെയും ഈ നാട് കാണുന്നു. 12-ലധികം വരുന്ന കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP-യുടെ പാളയത്തിലേക്ക് മാറിയിരിക്കുന്നു. നിരവധിയായ 180-ലധികം വരുന്ന MP-മാരും MLA-മാരും, മുൻ കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും ഇന്ന് BJP-യുടെ ഭാഗമായി MP-മാരായി പാർലമെന്റിനകത്തിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ലീഗ്. ആ ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന T. മുഹമ്മദ് ബഷീറാണ് ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് പൊന്നാനിയിലെ MP ഇങ്ങോട്ടും, ഇവിടെ മത്സരിച്ച് വിജയിച്ചു വന്ന MP സമദാനി എന്തുകൊണ്ടാണ് പൊന്നാനിയിലേക്ക് മാറിയത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ.
ആ ഉത്തരമെന്നത് ഈ നാട്ടിൽ വീണ്ടും വന്ന് വോട്ട് ചോദിക്കാൻ സമദാനിക്ക് കഴിയില്ല, പൊന്നാനിയിൽ പോയി വോട്ട് ചോദിക്കാൻ ഈട്ടിക്കും കഴിയില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും പരസ്പരം സീറ്റ് വെച്ച് മാറിയത്. അതിൻ്റെ കാരണങ്ങൾ പോലും അവരുടെ ഒരു ന്യായീകരണം വേണമല്ലോ. ആ ന്യായീകരണം പോലും സ്വന്തം അണികളോട് അതിൻ്റെ ന്യായം നിരത്താൻ കഴിയാതെ പോയ ഒരു ജാള്യതയിലാണ് ഇപ്പോഴും ഇരു സ്ഥാനാർത്ഥികളും വോട്ടും ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ലീഗിന്, കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയാത്തവരാണെന്ന് ഈ നാട് കാണുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം വെച്ച് പരിശോധിച്ചാൽ ലീഗിന് പാർലമെന്റിനകത്ത് ശക്തമായ പ്രതിരോധം സംഘപരിവാരവും ഉയർത്തുന്ന ഭീഷണിക്കെതിരായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. ഏതെല്ലാം ഘട്ടങ്ങളിൽ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പുകളും വന്നോ ആ ഘട്ടങ്ങളിലെല്ലാം ഒളിച്ചോടിയതിൻ്റെ കഥകളും പാരമ്പര്യവും മാത്രമാണ് ഇവിടെ UDFന്റെ MP-മാർക്ക് പറയാനുള്ളത്. അത് മുത്തലാഖ് നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, NIA നിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിൽ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ, ഏതൊരു ഘട്ടത്തിലും BJPക്ക് മുമ്പിൽ മുട്ടുവറച്ച് പിന്തിരിഞ്ഞോടിയ ചരിത്രമാണ് ഇവിടെ ലീഗിന്റെ UDFന്റെ MP-മാർക്ക് കാണാൻ വേണ്ടി കഴിയുക. അത് ഈ നാട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFന്റെ MP-മാർക്ക് പകരം ഇവിടെ വിജയിച്ചു വരേണ്ടത് ഇടതുപക്ഷമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നു. യെസ്, ശ്രീപ്രകാശ്, NDAയുടെ പ്രതീക്ഷ. 2014 2019 നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA മുന്നണിയെ, ആ മുന്നണിയെ എതിർക്കാൻ കഴിയാത്ത 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ രണ്ടായിട്ട് സംസാരിക്കുന്നെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളാണ് ഇവിടെ സംസാരിക്കുന്നത്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലത്ത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായി ഭരിച്ചപ്പോൾ ഏറ്റവും വലിയ കാര്യം, ഈ രാജ്യത്തെ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള, സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും അവനെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളും അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു സർക്കാരാണ്. അതിലുപരി ഈ രാജ്യത്ത് 10 വർഷക്കാലം ഭരിച്ചപ്പോൾ 10 പൈസയുടെ അഴിമതിയില്ലാതെ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തുള്ളത്. 10 പൈസയുടെ അഴിമതിയില്ലാതെ ഈ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രി. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ നമ്മളെ ഖജനാവിൽ നിന്നും ചോർന്നു പോയത് 10 ലക്ഷം കോടിയുടെ അഴിമതിയാണ്. 10 ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയിട്ടുള്ള 2014 മുതൽ 2014 വരെയുള്ള ഭരണവും 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ 1 രൂപയുടെ അഴിമതിയില്ലാതെ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഈ രാജ്യമെന്ന് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ ചില പദ്ധതികൾ പറയാം. 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയ ഗരീബ് കല്യാൺ യോജന പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി. 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി. 3 കോടി ജനങ്ങൾക്ക് ആവാസ് യോജന എന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ ഈ രാജ്യത്ത് അവർക്ക് വീട് വെച്ച് കൊടുത്തു. അതുമാത്രമല്ല, ഈ രാജ്യത്ത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ 11.8 കോടി ജനങ്ങൾ വീടുകൾക്ക് നേരിട്ട് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി. അതുമാത്രമല്ല, ഈ രാജ്യത്ത് 100% വീടുകളും വൈദ്യുതീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അത് ഈ രാജ്യത്ത് വിജയിച്ചിരിക്കുന്നു. 100% വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതുമാത്രമല്ല, 48.3 കോടി ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തുകൊടുത്ത് ഈ സർക്കാർ സാധാരണക്കാരന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, പഴയ കാലത്ത് 10 രൂപ കൊടുത്താൽ അതിൽ 8 രൂപയും ഇടനിലക്കാർ അടിച്ചു കൊണ്ടുപോകുന്ന, അടിമ നടത്തുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ രാജ്യത്തെ സാധാരണക്കാരന് ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് ആളുകൾക്ക് പൈസ കിട്ടുന്നത് വഴി ഈ രാജ്യത്ത് ജൻധൻ അക്കൗണ്ട് വഴി സാധാരണക്കാരന് 1 രൂപ പോലും പോകാതെ നമുക്കറിയാം പല പദ്ധതികളും ഈ രാജ്യത്തുണ്ട്, ആ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ രാജ്യത്ത് ഈ പെട്ടിക്കടക്കാർക്ക് വഴി രാജ്യത്തെ സാധാരണക്കാരൻ റോഡ് സൈഡിൽ പെട്ടിക്കട നടക്കുന്ന ആളുകൾക്ക് പോലും പ്രധാനമന്ത്രി സ്വനിധി പ്രകാരമുള്ള ലോണുകൾ കൊടുക്കാൻ ഗ്യാരണ്ടി ഇല്ലാതെ 34.8 ലക്ഷം ആളുകൾക്ക് ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ കൊടുത്തു. മുദ്ര ലോൺ പദ്ധതി ഇവിടെ രാജ്യത്ത് നടപ്പാക്കി. ഈ രാജ്യത്തെ കച്ചവടക്കാർക്കുമൊക്കെയുള്ള വലിയ പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഈ രാജ്യത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതുമാത്രമല്ല, 2014 2024 ഈ രാജ്യത്തെ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം.
ഇവിടെ ഉണ്ടായിരുന്ന 2014 74ഓളം എയർപോർട്ടുകളാണെങ്കിൽ ഇന്ന് 180 എയർപോർട്ടുകളാണ് ഈ രാജ്യത്തുള്ളത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് 5 മെട്രോകളാണ് ഉണ്ടായിരുന്നെങ്കിൽ 20 മെട്രോകളാണ് രാജ്യത്തുള്ളത്. 384 മെഡിക്കൽ കോളേജുകളാണ് 2014 ഉണ്ടെങ്കിൽ 2024 700 മെഡിക്കൽ കോളേജുകൾ രാജ്യത്തുണ്ട്. 7 എയിംസുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 22 എയിംസുകൾ രാജ്യത്തുണ്ട്. 400 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നെങ്കിൽ 1100 യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ രാജ്യത്തെ ഹൈവേകളുടെയും ഗ്രാമീണ റോഡുകളുടെയും പണി നടന്നുകൊണ്ട് നമുക്കറിയാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പുതിയ 8 വരി പാത ആ പണി ഇന്ന് മലപ്പുറം ജില്ലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന 1% പോലും ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു സംസ്ഥാന ഒരു തെരഞ്ഞെടുപ്പ് മാറി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഇവർ 2 മുന്നണികളായിട്ട് ഇവിടെ മത്സരിക്കും. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മത്സരമാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടിൽ, എതിർ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു നേതാവാണ് ആനി രാജയാണ്. ഇവിടെ മത്സരിക്കുന്നത് 2 പേരും ഒരേ മുന്നണി നേതാക്കന്മാരെ മത്സരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനം മണ്ഡലത്തിലേക്ക് വന്നാൽ നമുക്ക് പരിശോധിച്ച് നോക്കൂ. ഇ അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണിത്. എന്ത് വികസനമാണ് ഇവിടെ നടന്നത്? ഏത് വികസനമാണ് ഇവിടെ രാജ്യത്തെ ജനങ്ങൾ ഉറപ്പാക്കിയത്? ഇന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പാക്കേണ്ട, അതുവരെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ള എംപിമാർ, ലീഗിന്റെ എംപിമാർ ജയിച്ചു പോയിട്ട് ഒരു തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ അവസരം കിട്ടി. അവരൊന്നും ജയിച്ചു പോയിട്ടും ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഈ നമ്മുടെ മണ്ഡലത്തിൽ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തണമെങ്കിൽ നരേന്ദ്രമോദിയുടെ കൂടെ കേന്ദ്ര ഗവൺമെന്റിൽ മന്ത്രിയാവാൻ അർഹതയുള്ള അബ്ദുൽ സലാമിന് തന്നെ മുൻ VC ആയിട്ടുള്ള അബ്ദുൽ സലാമിന് തന്നെ വോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മണ്ഡലം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ. ഏതായാലും 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് എന്റെ മുസ്ലിം ലീഗിന്റെ സുഹൃത്ത് ആശഭാരതമെന്ന് പറയാൻ വേണ്ടി ധൈര്യം കാണിച്ചു. അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഗുണമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ രാജസ്ഥേയികളാക്കി മാറ്റാനുള്ള, ഈ രാജ്യത്തെ ജനങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാക്കി മാറ്റുവാനുള്ള ശ്രമകരമായ പ്രവൃത്തി വിജയിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. 400 സീറ്റോടുകൂടി ഈ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് എന്നാണ് ജനസഭ പരിശോധിക്കുന്നത്. 3 മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ജനസഭ പുരോഗമിക്കുന്നത്. 3 മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു. ഇനി വോട്ടർമാരിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം പെട്ടെന്ന് ചോദിക്കാം പ്ലീസ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ ഫാസിസത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ UPA ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഒരു കക്ഷികളാവുകൊണ്ട് അങ്ങനെ തന്നെ പറയുകയാണ്. ഇവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ KMCT ഇവിടെ കോളേജിൽ സ്ഥാനാർത്ഥി ചെന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. അത് ഇന്ത്യയിൽ എവിടെ പോയിട്ടും ചോദിക്കാം. പക്ഷേ ഇവിടെ ഫാസിസത്തിനെ കുറിച്ച് പറയുന്ന ഇവരുടെ ഈ SFIയുടെയും MSFൻ്റെയും യുവാക്കൾ, അവിടെയുള്ള വിദ്യാർത്ഥികൾ, അവർ എത്ര അധികമാണ് ഇവർക്കെതിരെ ഇവിടെ ഒരു ഭരണകക്ഷിയുടെ ഇന്ത്യയിൽ മൊത്തം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ സ്ഥാനാർത്ഥി കൂടി ആയിട്ടുള്ള ആളോട് അപമര്യാദയായി പെരുമാറി അവർ എന്ത് സന്ദേശമാണ് ഈ ഫാസിസത്തിനെതിരെ എന്നൊക്കെ പറയുന്നതിന് വേണ്ടി കൊടുക്കുന്നത്? ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവരുടെ വികസനം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് അങ്ങാടിപ്പുറത്തേക്കാണ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ മേൽപ്പാലം, ഇത് ഇവരുടെ വലിയ വികസനത്തിൻ്റെ ഒരു മാതൃകയാണ്. കാരണം ഒരു 4 വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്കാണ്. അതേമാതിരി തന്നെയാണ് ഒലിങ്കര, അവിടെ ഒരു ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ആ ഫ്ലാറ്റിൻ്റെ അവസ്ഥ. അതിൽ ഈ ഡ്രൈനേജും ഈ സെപ്റ്റിക് ടാങ്കൊക്കെ പൊട്ടിയിട്ട് വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഇവിടെ വറ്റാത്ത നീരുറവ ഉണ്ട് എന്നാണ് ചില സഖാക്കളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം. അതൊക്കെ അതിനുള്ളൊരു ഉത്തരം. ആദ്യം KMCT ലോ കോളേജിൽ പൊന്നാനി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പോയപ്പോൾ പ്രവേശനം നിഷേധിച്ചു. അത് ശരിയായ നടപടിയാണോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ വികസനത്തെക്കുറിച്ചും പറഞ്ഞു. ഒറ്റ കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ, നടുവേദന. എടപ്പാളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ആരാണ് അതിന് ഉത്തരവാദി? ഇവിടെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ജനാധിപത്യ സംവിധാനത്തിൽ എവിടെ ചെന്നും വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്.
ഇപ്പോൾ മലപ്പുറത്ത് നമ്മൾക്കറിയാം, ഇവിടെ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക്കാട് കോളേജിൽ വരെ വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് അവിടെ ഉണ്ടായത് ഒരൊറ്റപ്പെട്ട സംഭവം. ആ ക്യാമ്പസിനകത്തുള്ള എന്താണ് വിഷയം എന്നുള്ളതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്കറിയാം, ക്യാമ്പസുകളെ പാർട്ടി ഗ്രാമങ്ങളാക്കി വെക്കുന്നത് SFI ആണ്. ഇപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു പോളിടെക്നിക് ഉണ്ട്, ദേശീയ മാധ്യമം, എന്ത് ദേശീയം, പിന്നെ പോളിടെക്നിക് ഉണ്ട്. ഇവിടെ നമ്മൾ പ്രാദേശികമായി ഇവിടുത്തെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ പട്ടിക്കാട് ജാമിയ എന്ന് ഒരു അറബി കോളേജിലേക്ക് നിങ്ങൾ വരും, ആർക്കും വോട്ട് ചോദിക്കാമല്ലോ, ഏത് സ്ഥാനാർത്ഥിക്കാം? ഞങ്ങളെ സ്ഥാപനമാണ്. നിങ്ങളിവിടെ പക്ഷേ ഇവിടെ അങ്ങാടിപ്പുറം പോളിടെക്നിക്കിലേക്ക് അങ്ങനെ കഴിഞ്ഞോളാം. ഞാൻ സിദ്ധാർത്ഥിൻ്റെ മരണം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. അടുത്ത് നമ്മൾ ഭയപ്പെടേണ്ടത് അങ്ങാടിപ്പുറത്തെ പോളിടെക്നിക്കാണ്. ഒരു പാർട്ടി ഗ്രാമം പോലെയാണ്, അവിടെ മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പിന്നെ ക്യാമ്പസുകളെ പാർട്ടി ഗ്രാമമാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ നടത്തുന്നത്. പിന്നെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ അങ്ങാടിപ്പുറത്തൊരു മേൽപ്പാലം ഇല്ലാതെ അവിടെ ഗേറ്റ് അടവിൽപ്പെട്ട്, നമുക്കറിയാം പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ്. എത്രയോ രോഗികൾ ആ ഗേറ്റിൻ്റെ അവിടെ ഗേറ്റ് അടവിൽപ്പെട്ടിട്ട് അന്ത്യശ്വാസം വലിച്ച അനുഭവമുണ്ട്. അന്ന് ലഭിച്ച സൗകര്യത്തിൽ വെച്ചിട്ട്, കിട്ടിയ സൗകര്യത്തിൽ വെച്ചിട്ട് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ മഞ്ഞളാംകുഴി അലി സാഹിബും ടി എ അഹമ്മദ് കബീർ സാഹിബും ഒക്കെയുള്ള ഗവൺമെൻറ്റാണ് അന്ന് ഇത് പ്രാവർത്തികമാക്കിയത്. അത് റെയിൽവേയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേക്ക് മുകളിലൂടെ മേൽപ്പാലം ഉണ്ടാക്കുമ്പോൾ റെയിൽവേ നിന്ന് കിട്ടേണ്ട ചില അനുമതികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ചില സാങ്കേതിക, പക്ഷേ ഉള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി. പിന്നെ കൂടിക്കൂടി വരും. ഒരു കാലത്ത് വളരെ ഇടുങ്ങിയ റോഡുകളായിരുന്നത്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചും വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേണം. ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വെച്ച ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോക്ക് അപ്പുറത്തുള്ള ഒരു വികസനത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അങ്ങാടിപ്പുറം നഗരത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു ബൈപ്പാസിൻ്റെ പ്രപ്പോസലൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ. UDF ഭരിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല റോഡുകൾ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. അന്നൊരു സാംസ്കാരിക നായകൻ പറഞ്ഞ് കാസർഗോഡ് നിന്ന് ഒരു കോഴിമുട്ട ഉരുട്ടിയാൽ തിരുവനന്തപുരത്ത് വരെ അത് പൊട്ടാതെ പോകുന്നതായിരുന്നു. അതൊക്കെ അമ്മോഷാക്കി മരുമോനും കൂടി ഇപ്പം എന്താക്കി എന്നുള്ളത് നമ്മൾക്കറിയാം. അവർക്ക് അവരുടെ കാര്യം തന്നെ തീർക്കാനുള്ള പ്രയാസമാണ്. പിണറായി വിജയൻ്റെ മടിയിലേ കനലില്ലാത്തുള്ളൂ, പക്ഷേ തലൻ്റെ മുകളിൽ വലിയ വാള് തൂങ്ങുന്നുണ്ട്. ആ ബേജാറിനിടയിൽ റോഡ് നന്നാക്കാനും ഈ വികസനമൊക്കെ ചെയ്യാനും പിണറായി മറന്നിട്ടുണ്ടാകും. UDF വരട്ടെ. യെസ്, ഓക്കെ. ശ്യാമേ, ലൈഫ് മിഷൻ വീടുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു വെച്ച ഒരു കാര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. BJPയുടെ നേതൃത്വത്തിലുള്ള ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ അഴിമതി രഹിതമായിരുന്നു എന്നതാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് പറയണം. ഏറ്റവും അവസാനം ഈ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു ചുറ്റിക എടുത്ത് നിങ്ങളെ തലയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് ഏറ്റവും വലിയ അഴിമതിയാണ് എന്നതാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ 7000 കോടിയോളം രൂപ അഴിമതി പണമല്ലേ നിങ്ങൾ പോക്കറ്റിലാക്കിയത്? corruptmodi.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും അതൊന്ന് നോക്കണം. corruptmodi.com എന്ന വെബ്സൈറ്റിൽ കയറി A മുതൽ Z വരെയുള്ള ലെറ്ററുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില അഴിമതികൾ കാണാം. BJPയുടെ നേതൃത്വത്തിലുള്ള അഴിമതികളാണ്. അത് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ മനസ്സിലാവും ഈ രാജ്യത്ത് BJP എത്രമാത്രം അഴിമതിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച്. മറ്റൊരു കാര്യം, ഇവിടെ ജൻധൻ അക്കൗണ്ട് തുടങ്ങി പിന്നെ ആളുകൾക്ക് നേരിട്ട് കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചു, സബ്സിഡികൾ എത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആരെയാണ് ഈ വിഡ്ഢികളാക്കുന്നത്? നോക്കൂ, നിങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 മെയ് മാസത്തിൽ ഈ രാജ്യത്ത് 400 രൂപയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഈ നാടിലാകെയും ഒരു സിലിണ്ടർ പാചകവാതകം ലഭിച്ചിരുന്നു. അന്ന് നിങ്ങൾ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് സബ്സിഡി നൽകും. എന്താ ഉണ്ടായത്? ഇന്ന് എത്രയാ പാചകവാതകത്തിന് ഒരു സിലിണ്ടറിൻ്റെ വില? 1000 രൂപ കടന്നില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 2 ആഴ്ച മുമ്പാണ് ഇപ്പോൾ ഒരു 50 രൂപ കുറച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി 1000 രൂപയുടെ താഴെയാക്കി 930 രൂപയാക്കി കുറച്ചത്. എവിടെ പോയി? 400 രൂപയിൽ നിന്ന് ഈ 930 രൂപയായി പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് സബ്സിഡി ജനങ്ങളുടെ കൈകളിലേക്ക്, അക്കൗണ്ടിലേക്ക്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുമെന്നാണ്. 1 രൂപ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ 2-3 വർഷക്കാലമായി ലഭിച്ചോ? ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ആ സബ്സിഡി തന്നെ നിർത്തലാക്കി. ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ഇപ്പോഴിതാ പറയുന്നു ക്ഷേമ പെൻഷൻ 200 രൂപ നൽകുന്നുണ്ട്, അത് ബാങ്ക് അക്കൗണ്ട് വഴി നൽകാമെന്ന് പറയുന്നു. എത്ര മാസമായി ക്ഷേമ പെൻഷൻ നിങ്ങൾ നൽകിയിട്ട്? ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ടോ? നൽകുന്നില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് വലിയ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ്, വിഡ്ഢികളാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ ചോദ്യത്തിൻ്റെ ഭാഗമായി ചോദിച്ച ഒന്ന്,
ഈ മേൽപ്പാലത്തെ സംബന്ധിച്ചാണ്. ഇവരെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താ നിങ്ങൾക്ക് UDF എന്ന് പറയാൻ ഇത്ര പേടി? നിങ്ങൾക്ക് എന്തിനാ മടി? നിങ്ങൾ ഈ കേരളത്തിനകത്ത് UDFുമായി നല്ല സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ നാടിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് PMS സലാം ഈ നാടിനകത്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ BJP നേതാക്കളെ പോയി കാണും, ഞങ്ങൾ BJP നേതാക്കളോട് വോട്ട് ചോദിക്കും, ഞങ്ങൾ വോട്ട് വാങ്ങും BJPയുടെ എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ PMS സലാമാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താ? ഈ കേരളത്തിൽ, ഈ നാട്ടിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു CPIM ആണ്, BJP അല്ല. അതായത് BJPയുമായി ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കോലീബി സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിതാ കോലീബി സഖ്യത്തോടൊപ്പം അവിയൽ മുന്നണി ഉണ്ടാക്കി അതിനകത്ത് ജമായത്തെ ഇസ്ലാമിയും SDPIയെയും കൂടെ കൂട്ടി ഇപ്പോ ഈ നാടിനകത്ത് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടന SDPI, പോപ്പുലർ ഫ്രണ്ടിന്റെ പേരക്കുട്ടി അല്ലേ, അവരല്ലേ കൂടെ കൂട്ടി നിങ്ങൾ ഇപ്പോൾ BJPക്കെതിരായ പോരാട്ടത്തിന് ഇറങ്ങുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കുകയല്ലേ? SDPIയെ കൂടെ കൂട്ടി BJPയുടെ വോട്ട് വാങ്ങി ഈ നാടിനകത്ത് ഇടതുപക്ഷത്തെയാണ് നിങ്ങൾ പരാജയപ്പെടുത്തണമെന്ന് പറയുന്നത്. ഈ നാട് ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പൊള്ളത്തരങ്ങൾ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ എല്ലാ നിലയ്ക്കുള്ള ക്രെഡിറ്റും ഓരോ ദിവസവും അരമണിക്കൂറും 1 മണിക്കൂറും ഈ നാടിനകത്ത് ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങിപ്പോകുന്ന ഓരോ മനുഷ്യനും നിങ്ങൾക്ക് നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് വോട്ടായി ഈ നാടിനകത്ത് വരും. അത്രേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. മറ്റൊന്ന് റോഡിനെ സംബന്ധിച്ചാണ്. നോക്കൂ, കഴിഞ്ഞ 12 വർഷമായി UDFന്റെ MLA ആണ് ഈ മങ്കടയിലുള്ളത്. മങ്കട മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റോഡിനകത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് 1 ലക്ഷം രൂപയെങ്കിലും മിനിമം ആ കുഴികൾ അടയ്ക്കാൻ വേണ്ടി ഒന്ന് പാസ്സാക്കണ്ടേ? 1 ലക്ഷം രൂപ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഇവരുടെ ഈ MLA ഫണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്? ഈ നാടിനകത്തെ ഏത് റോഡിനകത്തും ഏതൊരു MLAക്കും അതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയും. സ്വന്തം മണ്ഡലത്തിലെ റോഡിൽ അത് PWD ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഏത് തന്നെ ആയിക്കോട്ടെ MLAക്ക് ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷമായി 1 രൂപ പോലും ഈ റോഡിനകത്ത് ചെലവഴിക്കാൻ ഇവിടെ സ്ഥലം UDFന്റെ MLA തയ്യാറാവാതിരുന്നത്? എന്ന് കരുതി ഇടതുപക്ഷ ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ? പറയട്ടെ, അതിലേക്ക് വരുന്നത്. എന്ന് കരുതി ഇടതുപക്ഷ ഗവൺമെന്റ് ഈ റോഡിനോട് അവഗണന കാണിച്ചിട്ടില്ല. MLA കടുത്ത അവഗണന കാണിച്ചപ്പോഴും ഈ ഗവൺമെന്റ് UDFന്റെ MLA ആണ് കഴിഞ്ഞ 10-12 വർഷമായി എന്ന് കരുതി ഒരു അവഗണനയും ഇതിനോട് കാണിച്ചില്ല. 6 കോടി രൂപ ആദ്യം അനുവദിച്ചു, വീണ്ടും ഇതാ 7 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അത് ഈ റോഡിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും രൂപത്തിൽ 13 കോടി രൂപ ഈ ഗവൺമെന്റ് ഈ റോഡ് അനുവദിച്ചു. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് 1 രൂപ പോലും 13 രൂപ പോലും ഇവിടെ MLA ചെലവഴിച്ചിട്ടില്ല. അതാണ് ഈ റോഡിനെ സംബന്ധിച്ചുള്ളത്. മറ്റൊന്ന് ഈ KMCTയുമായി ബന്ധപ്പെട്ടാണ്. KMCTയുമായി ബന്ധപ്പെട്ട് അവിടെ അത്തരം പ്രതികരണം നടത്തിയത് ആര് തന്നെയായാലും ഒരു സംശയവും വേണ്ട, അത് തെറ്റായ പ്രവണതയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് MSFന്റെ പ്രവർത്തകരാണ് അവിടെ തടഞ്ഞിട്ടുള്ളത് എന്നതാണ്. അത് ആര് തന്നെ ചെയ്താലും, MSF ആയിക്കോട്ടെ ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതൊരു ജനാധിപത്യ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവർക്കും ജനാധിപത്യ അവകാശങ്ങളുണ്ട്. അവർ കടന്നു വരുന്ന സമയത്ത് അവർക്ക് വോട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാകണം. MSF ആണ് ഇത് ചെയ്തതെങ്കിലും ഞാൻ പറയുന്നു അത് ആര് തന്നെ ചെയ്തതായാലും അത് തെറ്റാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് കാര്യമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. റോഡാണോ? അല്ല, ഒരു സെക്കൻഡ്. ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് അദ്ദേഹം ഒരു മൈതാന പ്രസംഗം നടത്തിയോണ്ട് ഒരൊറ്റ കാര്യം പറയാം. പെട്ടെന്ന് മറുപടി പെട്ടെന്ന്. PWD റോഡിൽ ഏതായാലും MLAക്ക് ഫണ്ട് വെക്കാൻ കഴിയില്ല എന്ന് പ്രാഥമികമായ രാഷ്ട്രീയ വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാവണം. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ചോദ്യമുണ്ട് ഉത്തരവുണ്ട്. BJPനായിട്ട് UDF അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് SDP ആയിട്ടാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവണമെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണം. ഇപ്പൊ നമുക്കറിയാം കേരളത്തില് BJPയുടെ കർണാടകയിൽ BJPയുടെ സഖ്യകക്ഷിയാണ് ജനതാദൾ എസ്. ആ ജനതാദൾ എസിന്റെ കൃഷ്ണൻകുട്ടി ഇവിടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടാണ് കുമാരസ്വാമി അവിടെ വോട്ട് വിളിക്കുന്നത്. മഹാരാഷ്ട്രയിലെ NCP പിന്തുണ തള്ളിയിട്ടില്ല നിങ്ങളുടെ നേതാവ്. നിങ്ങൾ അത് പറ ജനങ്ങളോട്. CPMന്റെ SDPയുടെ നേതാവ് നൽകിയ പിന്തുണ UDF രണ്ടും കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. BJPയുമായി ഇവിടെ വോട്ട് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മൈതാന പ്രസംഗം നടത്തിയപ്പോൾ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഐക്യ ജനാധിപത്യം അല്ലല്ല, ഐക്യ ജനാധിപത്യം. ഞാൻ സംസാരിച്ചപ്പോ അയാളല്ല ഇടപെട്ട്. ഞാൻ സംസാരിച്ചപ്പോ അയാൾ ഇടപെട്ട്. ഞാൻ നോക്കിക്കോളാം. ഞാൻ വളരെ ഇടപെട്ട്. ഞാൻ പറയട്ടെ, ജനതാദളും അതുപോലെ തന്നെ NCPയും
കേരളത്തിൽ LDF-ന്റെ ഭാഗമാണ്, കേരളത്തിന് പുറത്തവർ NDA-യുടെ ഭാഗമാണ്. അതെ. അത് മനസ്സിലാക്കണമെന്ന്. പിന്നെ SDPI-യുടെ വോട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ വാങ്ങുന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുമ്പോ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും പിണറായി വിജയന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം, അനിൽ നമ്പ്യാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. പക്ഷേ SDPI-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്റെയും, അതാണ് മഹത്തായ ജനാധിപത്യം. വോട്ട് വേണ്ട എന്ന് പറയലല്ല ജനാധിപത്യം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകി. എന്തിനാണ്? ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി. അതുകൊണ്ടാണ് SDPI ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ പുറത്തു വന്നപ്പോ അതിനെ നിശ്ചിതമായി വിമർശിച്ചതാരാണ്? SDPI ആണ്. ഞങ്ങൾക്ക് SDPI-യുടെ പിന്തുണ ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ്. ഇവിടെ SDPI-യുടെ പിന്തുണയെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞു. SDPI-യുടെ പിന്തുണ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ദിവസം വരെ മൗനമാണ് UDF നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. SDPI-യും UDF-ഉമായിട്ട് രഹസ്യമായ ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. CPM-ഉം ഒട്ടും മോശമല്ല. കാരണം നേമം തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ശിവൻകുട്ടിക്ക് SDPI പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറയാത്ത പാർട്ടിയാണ് CPM. ശിവൻകുട്ടിക്ക് SDPI-യുടെ പിന്തുണ വാങ്ങിയാണ് ശിവൻകുട്ടി ജയിച്ചത് എന്ന്. ശിവൻകുട്ടി ജയത്തിന് ശേഷം SDPI പരസ്യമായി ഞങ്ങൾ 10,000 വോട്ട് ശിവൻകുട്ടിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കാത്ത പാർട്ടിയാണ് CPM. അപ്പൊ SDPI-യുടെ വോട്ടിന് വേണ്ടി ഈ 2 മുന്നണിയും മത്സരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാം. ഇവിടെ ശിവസേനയുമായിട്ട് ഈ 2 പാർട്ടികളും സഖ്യത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് ശിവസേനയുമായി സഖ്യത്തിലാണ്. ആരാണ് ശിവസേന? ശിവസേനയാണ് ഇവിടെ ഈ രാജ്യത്ത് പരസ്യമായി പറഞ്ഞത് ഞങ്ങളാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് എന്ന് പറഞ്ഞ ശിവസേനയുമായി സഖ്യം പിടിക്കുകയും SDPI-യുടെ കൈകൾ കോർത്തുപിടിക്കുകയും ചെയ്യുന്ന ഇത്രയും നീചമായ രാഷ്ട്രീയമാണ് ഈ LDF-ഉം UDF-ഉം ഈ രാജ്യത്ത് നടത്തുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ പറഞ്ഞു അഴിമതി നടത്തിയിട്ടുണ്ടെന്ന്. ഇവർക്കൊരു കനൽത്തരി ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊരു കനൽത്തരി കേരളത്തുണ്ടായിരുന്നു CPM-ന്. ആ കനൽത്തരി ഇന്നേ വരെ ഒരു ആരോപണം ഈ പാർലമെന്റിൽ ഒരു ആരോപണം BJP MP-മാർക്കെതിരെ നടത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു ആരോപണം നടത്തിയിട്ടില്ല. ബോണ്ട് വാങ്ങിയ പാർട്ടികളുമായി കൂട്ടുകൂടിയ LDF-ആണ് ബോണ്ടിനെതിരെ പറയുന്നത്. നിയമപ്രകാരം കള്ളപ്പണം വാങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പറയുന്ന CPM. നമുക്കറിയില്ലേ തൃശ്ശൂരിൽ ആ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. പാർട്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാത്ത 6 കോടി രൂപയുടെ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് ഈ പറയുന്ന അവിടുത്തെ വർഗീസ് എന്ന് പറയുന്ന അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. 2 നിമിഷങ്ങൾക്ക് മുൻപ്, മണിക്കൂറുകൾ മുൻപ് കള്ളപ്പണത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ട പാർട്ടി നേതാക്കളുള്ള ഒരു MP-യെ, കഴിഞ്ഞ ബിജു എന്ന് പറയുന്ന MP-യെ കള്ളപ്പണത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതായത് വർഗീയ ശക്തികളെയും പിന്തിരിപ്പൻ ശക്തികളുടെയും വോട്ട് വാങ്ങിക്കൊണ്ടും കള്ളപ്പണം ഉപയോഗിച്ചുമാണ് LDF-ഉം UDF-ഉം ഈ രാജ്യത്തെ ഞങ്ങൾ വോട്ട് വാങ്ങുന്നത്. അത് പ്രത്യേകം ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് 400 സീറ്റുകൾ BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. BJP-യുടെ പ്രതിനിധി BJP-യുടെ പ്രതിനിധി ഇവിടെ കള്ളത്തരമാണ് ഇവിടെ പറഞ്ഞത്. ശിവൻകുട്ടിയെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ അവിടെ ഒരു നിലയ്ക്കും SDPI-യുമായി അവരുടെ വോട്ട് SDPI-യുമായി പരസ്യമായി സഖ്യമുണ്ടായിരുന്നു. ആ സഖ്യം അവർ തുറന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് SDPI-യുടെയും RSS-ന്റെയും മറ്റൊരു വർഗീയത പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് ഈ നാടിനകത്ത് പറഞ്ഞ ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമാണ്. കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഈ പ്രചരണം നിരോധിച്ചപ്പോൾ ആ സമയത്ത് കൃത്യമായി പറഞ്ഞു നിരോധിച്ചപ്പോൾ വോട്ട് വേണ്ട, ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് ഈ നാടിനകത്ത് പറഞ്ഞ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. കള്ളപ്രചരണം, വ്യാജപ്രചരണം കൊണ്ട് ഈ നാടിനകത്തെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ലീഗ് പ്രതിനിധി പറഞ്ഞൊരു കാര്യത്തോടാണ്. ലീഗ് പ്രതിനിധി പറഞ്ഞൊരു കാര്യം ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഇവിടെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചാണ്.
നോക്കൂ, BJP-യുമായി ഈ നാടിനകത്ത് കൂട്ടുകെട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ലീഗിന്റെ പ്രതിനിധിയാ. നാഗ്പൂരിൽ BJP നിങ്ങളും ഒരുമിച്ചല്ലേ അവിടെ കോർപ്പറേഷൻ ഭരണം നടത്തിയത്? നിങ്ങൾ മറന്നുപോയോ? ലീഗിന്റെ 3 കൗൺസിലർമാരും BJP-യും ഒരുമിച്ച് ചേർന്ന് ഇവിടെ നാഗ്പൂരിൽ RSS-നോട് കൂട്ടുകച്ചവടം നടത്തി. നിങ്ങൾ മറന്നോ? മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാർത്ത നോക്കൂ, ആ വാർത്ത എടുത്തു നോക്കൂ. രണ്ടാമത്തെ കാര്യം കാര്യം പറഞ്ഞു, മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് എല്ലാരും സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന നിരവധി പ്രേക്ഷകരാണ്, അവർക്ക് മനസ്സിലാവില്ല. സോഷ്യൽ മീഡിയയിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ നാടിനകത്ത് വലതുപക്ഷം വളരെ മിടുക്കന്മാരാണ്. അതുപോലെ ഉണ്ടാക്കിയൊരു വ്യാജ പോസ്റ്റ് ആയിരുന്നു കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ ഇവിടെ പോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയത്. അതിനെതിരായി BJP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തും അതാത് പ്രദേശങ്ങളിലെ പാർട്ടി നേതൃത്വമാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ കൃഷ്ണൻകുട്ടി വിഭാഗത്തിന്റെ തീരുമാനം വന്നത് BJP-യോടൊപ്പം ഒപ്പം നിൽക്കാനല്ല, അവര് സംസ്ഥാന പാർട്ടിയാണ്. ഈ ഇത്തരത്തിലുള്ള കളവുകൾ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. അവർ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നത് കൂടി ഇവിടെ ഇദ്ദേഹം. BJP-യുടെ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ മലപ്പുറത്ത് നിന്ന് BJP വിജയിച്ചു പോയാൽ ഇന്ത്യക്ക് വരുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിലെ സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ വിവസ്തരാക്കി തെരുവിലൂടെ നടത്തിയതാണോ നിങ്ങൾ പറയുന്ന ജനാധിപത്യം? അതൊന്ന് പറഞ്ഞു പോരണം. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിതതാണോ നിങ്ങൾ പറഞ്ഞ ജനാധിപത്യം? നിങ്ങൾ പറഞ്ഞു പോരണം. മറ്റൊരു കാര്യം സൂചിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളത് UDF-ന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ തല കൊണ്ടുപോയി അവിടെയും വാല് കൊണ്ടുപോയി ഇവിടെ ഇടുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ മത്സരിക്കാൻ പോകുന്ന പാർലമെന്റിലെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ഫ്ലെക്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പാർലമെന്റിലെ ഇടിമുഴക്കം എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഇടി ഇന്ന് വരെ മുഴങ്ങിയതായിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് വേണ്ടി ആ ഇടി പാർലമെന്റിൽ മുഴങ്ങിയത് ഞങ്ങളാരും കേട്ടിട്ടില്ല. മറ്റൊരു കാര്യം UDF-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, അങ്ങാടിപ്പുറം പോളിടെക്നിക്കിലെ SFI-ക്കാരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥന്റെ മരണത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ജോബി ആൻഡ്രോസിനെ MSF-ന്റെ കൊലയാളി സംഘം എറിഞ്ഞെറിഞ്ഞല്ലേ കൊലപ്പെടുത്തിയത്? അത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു പോരണം. BJP-യുടെ പ്രതിനിധിയോട് നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോയാൽ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് പറയണം. നാളെ ഞങ്ങൾ അമ്മ പെങ്ങന്മാരെ നിങ്ങളുടെ വർഗീയ വിഷപ്പാമ്പുകളും ജാതി കോമരങ്ങളും ആക്രമിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതും പറഞ്ഞു പോരേണ്ടതായിട്ടുണ്ട്. മണിപ്പൂരിലെ വിഷയം അറിയാത്തത് കൊണ്ടല്ല സഖാവ് ചോദിക്കുന്നത്, കുട്ടി സഖാവ് അറിഞ്ഞാണ് ചോദിക്കുന്നത്. മണിപ്പൂരിലെ വിഷയം 2 വിഭാഗമുള്ള ആളുകൾ തമ്മിലുള്ള വിഷയം. മറുപടി വേണ്ടേ? കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. നിങ്ങൾ സിദ്ധാർത്ഥനോട് കാണിച്ച വാരി ഇവിടെ കാണിക്കരുത്. അതിലെ സഹിഷ്ണുത കാണിക്കണം. മണിപ്പൂരില് 2 വിഭാഗങ്ങൾ തമ്മിലുള്ളത്, ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്. എല്ലാ വിഭാഗം ആളുകൾ തമ്മിലുള്ള ഒരു കലഹമാണ് നടന്നത്. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമല്ല നടന്നത്. അവിടെ നടന്നത് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപം എന്നല്ല എന്ന് മാത്രമല്ല, എത്രയോ കാലമായിട്ട് 1947 ഇന്ത്യ രാജ്യം സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ അവിടെ 2 വിഭാഗം ആളുകൾ തമ്മിലുള്ള കലാപം നടക്കുകയാണ്. ആ കലാപത്തെ വേണ്ട രീതിയിൽ അടിച്ചൊടുക്കുന്നതിന് വേണ്ടി 4 തവണയാണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ആ മണിപ്പൂരിൽ സന്ദർശിച്ചത്, ആ കലാപകാരികളുമായി സംസാരിച്ചത്. അവരുമായിട്ട് നയപരമായിട്ടും അല്ലാതെയും ഈ രാജ്യത്ത് മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സമാധാനം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ നേതൃത്വമാണ് BJP-യുടെ നേതൃത്വം. അതിനൊരു ക്രിസ്ത്യൻ വർഗീയ വിഷയമാക്കി കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി നടക്കുന്നത്. മറ്റൊരു കാര്യം, ബാബരി മസ്ജിദ് ശ്രീരാമ ജന്മഭൂമി തർക്കം പരിഹരിച്ചത് അത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് സഹോദര, സുപ്രീം കോടതിയാണ്. നിങ്ങൾ കൂക്കിയത് കൊണ്ട്, 100 പേർ കൂക്കിയത് കൊണ്ട് ഈ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 140 കോടി ജനങ്ങളുടെ
മാൻഡേറ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ 2 തവണ അധികാരത്തിൽ വന്നത്. ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം സുപ്രീം കോടതിയുടെ വിധിയിലൂടെ രാമജന്മഭൂമിക്ക് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ രാമന്റെ ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥാനമെന്ന് കരുതുന്ന അത് തെളിയിക്കപ്പെട്ട അതേ സ്ഥലത്ത് രാമജന്മഭൂമി കെട്ടുവാനും ബാബറി മസ്ജിദിന് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അത് സുപ്രീം കോടതി സെറ്റിലായ വിഷയമാണ്. ശതമാനം അറിയില്ലെങ്കിൽ നിങ്ങൾ പറയരുത്. ശതമാനം അറിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് എന്ന ഇഷ്യൂ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി സുപ്രീം കോടതി വിധിയിലൂടെ അത് നടപ്പാക്കുവാനും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞു വന്നത് അത്ഭുതകരമായ നേട്ടമാണ്. അതിന് വോട്ടുണ്ട് ജനങ്ങളുടെ. ഓക്കെ, നൗഷാദ് ഇടിമുഴക്കമൊന്നും കേട്ടില്ല എന്നാ പറഞ്ഞു പാർലമെന്റിൽ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് ടി മുഹമ്മദ് ബഷീർ പെർഫോമൻസ് പാർലമെന്റിൽ നിന്ന് അടിച്ചാൽ കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. ഇന്ത്യൻ പാർലമെന്റിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും മുസ്ലിം ലീഗിന്റെ MP-മാർ നടത്തിയ പെർഫോമൻസിന്റെ ഏറ്റവും വലിയ അവർക്ക് കിട്ടിയ അവാർഡ് എന്താ വെച്ചാൽ, കൊല്ലത്ത് വന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, പാർലമെന്റിൽ എന്നെ എതിർക്കുന്നത് ഓൺലി 3 MPs. അവർ പേര് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞു. CIA വന്നപ്പോ, പൗരത്വ ഭേദഗതി വന്നപ്പോ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് നടത്തിയ പെർഫോമൻസ് ഈ ഫോണിൽ ഇപ്പൊ കിട്ടും. കണ്ണടച്ചിരുട്ടാക്കിയാ കിട്ടൂല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറത്ത് നിന്ന് TK ഹംസ പണ്ട് ജയിച്ചിരുന്നു എന്ന്. TK ഹംസ ഇന്ത്യൻ പാർലമെന്റില് ഉടുതുണി എടുക്കാൻ പോലും ഒന്ന് എണീറ്റുന്നിട്ടില്ല. വായിൽ ഈച്ച കിടക്കുമ്പോ എന്ന് ഭയന്ന് കോട്ട് വായിടാൻ പോലും ഇന്ത്യൻ പാർലമെന്റിൽ തൊള്ള തുറക്കാത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആള് വലിയ വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയില് പ്രധാനമന്ത്രിയുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകാതെ ബിരിയാണിക്ക് വേണ്ടി പോയവരാണ് ലീഗിന്റെ MP-മാർ. പോയവരാണ് ലീഗിന്റെ MP-മാർ. മുസ്ലിം ലീഗിന്റെ MP-മാർ BJPക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് പേര് പറഞ്ഞത്. തവളയെ കണ്ട് സമുദ്രം കണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ എന്താണ് ഈ രാജ്യത്ത് നടത്താൻ കഴിയുക? ചോദിക്കട്ടെ, പ്ലീസ് ഒരു മിനിറ്റ് പറയട്ടെ എന്ന്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിന്റെ MP-മാർ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളും ഇന്ന് ഏത് MP നടത്തുന്നതും 545 അംഗ MP-മാരുടെ പോരാട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇന്ന് സൈറ്റിൽ കിട്ടും, അത് അപ്ലോഡ് ചെയ്താണ്. അപ്പൊ അതിൽ സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇദ്ദേഹം ഇവിടെ കുറെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ CPM എത്ര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്? അതിൽ എത്ര സീറ്റിൽ അവർ ജയിക്കും? അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് അജണ്ടയാണുള്ളത്? ഇവിടെ കൃഷ്ണൻകുട്ടി ജനതാദൾ അല്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ദേവഗൌഡ അല്ലേ? എന്നിട്ട് ഇങ്ങനെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങള് അല്ലെങ്കിൽ UDF-നെ കുറിച്ച് SDPI-ന്റെ വോട്ട് വാങ്ങി ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഐക്യ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നിൽ വെച്ചാണ് മത്സരിക്കുന്നത്. ആ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ആ വോട്ടൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഞങ്ങളെ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്ന പോലെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഞങ്ങളെ ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് ഞങ്ങളുടെ വോട്ടാണ്. അങ്ങാടിപ്പുറത്തെ ജനസഭ